ഇറാന്റെ ആക്രമണത്തിൽ ദുബായിൽ ഒരു മരണം സ്ഥിരീകരിക്കുന്നു. അൽബർഷയിൽ ഡ്രോൺ അവശിഷ്ടം വാഹനത്തിൽ വീണ് പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ചത്. ഇതോടെ യുദ്ധത്തിൽ ദുബായിലെ മരണം 4ആയി. ഒപ്പം കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, സമാധാനം അകലെയാണ്, ആക്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും വീണ്ടും അതൊക്കെ വെറും വാക്കിൽ മാത്രം ഒതുങ്ങുകയാണ് എന്ന് മനസ്സിലായിട്ട് നമുക്ക് കുറെ നേരമായി. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു മരണമൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു പ്രതീക്ഷ, വലിയൊരു ആശ്വാസം ഉണ്ടാകുമെന്നൊക്കെ എല്ലാവരും കരുതിയിരുന്നു. കാരണം ഇന്നലെ ഇറാന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല, GCC രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നൊക്കെ. പക്ഷേ അതല്ല സംഭവിച്ചത്. രാത്രിയിൽ ശക്തമായിട്ടുള്ള ആക്രമണ ശ്രമങ്ങളും പല രാജ്യങ്ങളിലും, പല ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഉണ്ടായി. ഇന്നലെ ദുബായിലെ അൽബർഷയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അൽബർഷയിൽ വാഹനം ഓടിക്കുന്ന പാകിസ്ഥാൻ സ്വദേശി, അദ്ദേഹം വാഹനത്തിൽ ഇരിക്കുമ്പോൾ ആ വാഹനത്തിന് മുകളിലേക്കാണ് ഡ്രോണിന്റെ അവശിഷ്ടം വീഴുന്നത്. ആകാശത്ത് വെച്ച് ഡ്രോണിനെ UAE പ്രതിരോധ സേന തകർക്കുകയായിരുന്നു. ആ അവശിഷ്ടം വീണിട്ടാണ് മരണം സംഭവിച്ചത്. ഇതോടെ നേരത്തെ പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 മരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് UAEയിൽ മാത്രം. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, ഈ ഇന്നലെ ഇത്രയും പറഞ്ഞതിന് ശേഷവും 16 മിസൈലുകളും ഏതാണ്ട് 121ഓളം ഡ്രോണുകളും UAEക്ക് നേരെ ചീറിപ്പാഞ്ഞു വന്നു. അതിൽ 15 മിസൈലുകളും UAE തകർക്കുകയും 119 ഡ്രോണുകൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ദുബായിലെ തന്നെ മറീനയിൽ ഇന്നലെ രാത്രിയും ആക്രമണ ശ്രമം ഉണ്ടായി. ഡ്രോൺ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തി അവശിഷ്ടങ്ങൾ വീണ് അവിടെ ചെറിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഉണ്ടായിട്ടുള്ള 2 ഡ്രോൺ ആക്രമണങ്ങൾ. ആ ഡ്രോൺ ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെയാണ് ഡ്രോൺ പതിച്ചത്. അതിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇന്ധന ടാങ്ക് കത്തി. അത് പൂർണ്ണമായും നശിച്ചിട്ടില്ല, പക്ഷെ അതിനു മുൻപ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. ആർക്കും പരിക്കില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് നേരെയും ഇന്നലെ രാത്രി ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. സുരേഷ്, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാപ്പ് പറച്ചിൽ ഉണ്ടാകുന്നു, അതിന് പിന്നാലെ തിരുത്തുന്നു, വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു, അത് ഇന്നും തുടരുന്നു, അങ്ങനെയുള്ള വാർത്തകൾ വരുന്നു. ഇതാണ് ഇതിപ്പോൾ ഈ തുടരെയുള്ള ആക്രമണം, ഇതുമായി സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? മാത്രമല്ല കഴിഞ്ഞ ദിവസം UAEയുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പൊക്കെ എന്താണ് വന്നത് എന്ന് നമ്മൾ വാർത്തകളിലൂടെ തന്നെ കേട്ടതാണ്. ഇതിപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടാകുമ്പോൾ എത്രത്തോളം പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട്? ഒരു സമാധാനം ഉണ്ടാകുമെന്ന് ആശിച്ചെടുത്തതെന്നും വീണ്ടും ആക്രമണം ഉണ്ടാകുമ്പോൾ GCC രാജ്യങ്ങൾ ഏത് തരത്തിലായിരിക്കും ഇനി നിലപാട് ഘടിപ്പിക്കാൻ പോകുന്നത്? പൂജ, അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം GCC രാജ്യങ്ങൾ ഇത്രയും സമയം സമാധാനത്തോടു കൂടിയിട്ടാണ് ഇരുന്നത്. പക്ഷെ ഇന്നലെ UAEയുടെ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശക്തമായ സന്ദേശം നൽകാൻ ഞങ്ങൾക്ക് സമയമായിട്ടുണ്ട്. ജനങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. അത് രാജ്യത്തിന്റെ കടമയാണ്. എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്ന ഇരകളല്ല ഞങ്ങൾ. UAE മനോഹരമാണ്, പക്ഷേ അത് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്നലെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. മറ്റൊരു കാര്യം, ഇപ്പോൾ കുവൈറ്റിൽ നിന്നും വിമാനത്താവളം തുറക്കുന്നു, യാത്രാ വിമാനങ്ങൾ ഉടൻ സർവീസുകൾ ആരംഭിക്കുമെന്നൊക്കെ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് വിമാനത്താവളത്തിന് തന്നെ നേരെ വിമാനത്താവളത്തിന് ആക്രമണം വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഈ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തും. മാത്രമല്ല സൗദിയുടെ പ്രതിനിധിയും ഇന്നലെ ശക്തമായി തന്നെയാണ് പറഞ്ഞത്, ഇനിയും ഇങ്ങനെ സഹിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഒരു കടുത്ത നിലപാടിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ മേഖലയിൽ സംഘർഷം കൂടുതൽ ശക്തമാകുകയും ചെയ്യും. ഇറാൻ അക്കാര്യത്തിൽ പറയുന്നത്, ആദ്യം പ്രസിഡന്റ് പെഷസ്കിയാൻ പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളെയും അയൽക്കാരെയും ആക്രമിക്കില്ല എന്ന്. പക്ഷെ പിന്നീട് വിശദീകരണം വരുന്നത്
ഈ തങ്ങൾക്ക് നേരെ ഏതെങ്കിലും ഗൾഫ് രാജ്യത്തെ താവളത്തിൽ നിന്ന്, അമേരിക്കൻ സൈനിക താവളത്തിൽ നിന്നും ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നാണ്. പക്ഷെ ഒരിടത്തു നിന്നും ഇറാന് നേരെ അമേരിക്കൻ താവളങ്ങളിൽ നിന്ന്, ഈ GCC-യിലെ താവളങ്ങളിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടക്കുന്നതെല്ലാം ഈ GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ്. ശരി, സുരേഷ് വെള്ളിമുറ്റുമാണ് വിവരങ്ങൾ നൽകിയത്.